നമുക്ക് ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനും ഒരുമിച്ചുള്ള ഒരു പ്രോബ്ലം ചെയ്യുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഷോഗൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് has 3 production departments A, B and C and 2 service departments X and Y. The following particulars are extracted from the books of the company for the month of January 2015. 3 production departments ഉണ്ട് and 2 service departments. And overhead expenses പറയുന്നത് rent 15,000, municipal taxes 5,000, electricity 2,400, indirect wages 6,000, power charges 6,000, depreciation of machinery 40,000, canteen expenses 30,000, labor welfare expenses 10,000. And the following are the further details available. We are informed with some other informations, that is floor area, light points, direct wages, HP of machines, cost of machine, working hours, etc. അപ്പോൾ റെൻറ്റ് ഫസ്റ്റ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് റെൻ്റ് ആണ്. ഇവിടെ കുറേ ഇൻഫോർമേഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം റെൻറ്റ് ഫസ്റ്റ് വി ഹാവ് ടു പ്രിപ്പയർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയാണ്. അപ്പോൾ റെൻറ്റ് അപ്പോർഷൻ ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് എന്ന് പറയുന്നത് ഫ്ലോർ ഏരിയയാണ്. ഫ്ലോർ ഏരിയ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് 1,000, 1,250, 1,500, 1,250 ആണ്. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഇത് നമുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1,000, 1,250, 1,500, 1,250 അങ്ങനെയാണുള്ളത്. നമുക്കിത് ഷോർട്ടാക്കാം. എങ്ങനെ ഷോർട്ടാക്കാം? ഏറ്റവും ഈസി എന്ന് പറയുന്നത് 250 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ 4, 1, 4:5:6:2. അതായത് റേഷ്യോ. റെൻറ്റ് can be divided in the ratio of floor area. Then next വരുന്നത് മുനിസിപ്പൽ ടാക്സസ് ആണ്, ₹5,000. That is also apportioned on the basis of floor area. ഫ്ലോർ ഏരിയയുടെ ബേസിൽ തന്നെ മുനിസിപ്പൽ ടാക്സസ് നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ അറിയാലോ. നെക്സ്റ്റ് വരുന്നത് ഇൻഡയറക്റ്റ് വേജസ് അപ്പോർഷൻ ചെയ്യാനായിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് ഏതായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ നോക്കിയേ. ഫ്ലോർ ഏരിയ, ലൈറ്റ് പോയിൻറ്റ്സ്, ഡയറക്റ്റ് വേജസ്, HP ഓഫ് മെഷീൻസ്, കോസ്റ്റ് ഓഫ് മെഷീൻസ്, എക്സെട്ര. ആൻഡ് ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസിസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വേജസ് ആണ്. ദാറ്റ് ഈസ് 12,000, 8,000, 12,000, 6,000, 2,000. സോ റേഷ്യോ വന്നിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? നമുക്ക് 2,000 കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 6:4:6:3:1. ആ റേഷ്യോയിൽ ഇൻഡയറക്റ്റ് വേജസ് ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് പവർ ചാർജസ് ഇവിടെ HP ഓഫ് മെഷീൻ പറയുന്നുണ്ട്. HP ഓഫ് മെഷീൻ 6,351. Y ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്നില്ല, അതായത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ എക്സ്പെൻസസ് വരുന്നില്ല. സോ 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും കൂടി 6:3:5:1 റേഷ്യോയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറി. ₹40,000 ആണ്. ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ബേസ് ഏതായിരിക്കും? കോസ്റ്റ് ഓഫ് മെഷീനും ഇതുപോലെ തന്നെ റേഷ്യോ ഷോർട്ടാക്കിയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് മെഷീനും 5 ഡിപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അപ്പോർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ക്യാൻറ്റീൻ എക്സ്പെൻസസ് നോർമലി നമുക്ക് നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിസിലാണ് ക്യാൻറ്റീൻ എക്സ്പെൻസസ് ഡിവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ദാറ്റ് ഇൻഫോർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ. പിന്നെ ഏതായിരിക്കും അപ്പോൾ? ഡയറക്റ്റ് വേജസ്, അതായത് വർക്കേഴ്സിന് കൊടുക്കുന്ന വേജസിൻ്റെ ബേസിൽ ക്യാൻറ്റീൻ എക്സ്പെൻസസ് അപ്പോർഷൻ ചെയ്യുക. Then labor welfare expenses, that is also normally divided on the basis of the number of workers, but here that is not available and therefore can be distributed or apportioned on the basis of
ഡയറക്റ്റ് വേജസ്. അതിനുശേഷം പറയുന്നത് ദ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസസ് ആർ അലോക്കേറ്റഡ് ആസ് ഫോളോസ്. അതായത് റീ അപ്പോർച്ച്മെൻറ്റിനുള്ള ബേസിസ് ആണ് അല്ലെങ്കിൽ റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ എക്സ്പെൻസസ് 20% എക്ക്, 30% ബി, 40% സി. എക്സിൻ്റേത് പിന്നെ എക്സിൻ്റേത് ഷെയർ വരുന്നില്ല. ദെൻ വൈ 10%. ആൻഡ് സിമിലർലി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈയുടെ എക്സ്പെൻസസ് ഷെയർ ചെയ്യുന്നത് 40%, 20%, 30% ആൻഡ് 10%. ആൻഡ് വാട്ട് വി റിക്വയർഡ് ടു പ്രിപ്പയർ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. അതിൻ്റെ ബേസിസ് ഒക്കെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് യൂസിങ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അതിനുള്ള ഇൻഫോർമേഷനാണ് ഈ തന്നിട്ടുള്ളത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കാൽക്കുലേറ്റ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് പെർ അവർ. സോ എങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരിക, അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് എന്ന ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് കോളം ഐറ്റംസ്, സെക്കൻഡ് കോളം basis of apportionment, then total amount, 3 production department, 2 service department, and direct wages. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്റ്റ് വേജസ് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിന് റെക്കോർഡ് ചെയ്തു. അതിന് കാരണം എന്താണ്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓവർ ഹെഡ് അലോക്കേഷൻ അല്ലെങ്കിൽ അപ്പോർഷൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഡയറക്റ്റ് വേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ എന്തിനാണ് ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്? ലാസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ വീണ്ടും നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യേണ്ടതുണ്ട്. സോ ആ ടോട്ടൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വി ഹാവ് ടു റെക്കോർഡ് ദ ഡയറക്റ്റ് വേജസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾസോ. ഓക്കെ. ദെൻ അതിനുശേഷം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, റെൻറ്റ് ഫ്ലോർ ഏരിയയുടെ ബേസിൽ 15,000 റുപ്പീസ് ആണുള്ളത്. അത് ആ റേഷ്യോയിൽ, അതായത് 4:5:6:4:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം മുനിസിപ്പൽ ടാക്സ് ഓൾസോ ഫ്ലോർ ഏരിയ സെയിം റേഷ്യോ, ടോട്ടൽ 5,000 5 ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഐറ്റം ഇലക്ട്രിസിറ്റി ലൈറ്റ് പോയിൻറ്റ്സിൻ്റെ ബേസിൽ, ദറ്റ് ഈസ് 2:3:4:2:1 റേഷ്യോയിൽ ടോട്ടൽ എക്സ്പെൻസസ് 2,400 ആണ്. 5 ഡിപ്പാർട്ട്മെൻറ്റ്സിന് അപ്പോർഷൻ ചെയ്യുക. ദെൻ ഇൻഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് വേജസിൻ്റെ ബേസിൽ പവർ, HP ഓഫ് മെഷീൻ, ഡിപ്രീസിയേഷൻ, വാല്യൂ ഓഫ് മെഷീനറി. ദെൻ ക്യാൻറ്റീൻ എക്സ്പെൻസസ്, ഡയറക്റ്റ് വേജസ്, ലേബർ വെൽഫെയർ, ഡയറക്റ്റ് വേജസ്, എക്സെട്ര. ദെൻ എല്ലാം അപ്പോർഷൻ ചെയ്തതിന് ശേഷം ടോട്ടൽ ചെയ്തേക്കുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് A വന്നിട്ട് 30,200, then B 28,800, C 38,600, and service department X 18,500, Y 6,300. ഇതിനിവിടെ ഒരു നോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് വേജസോ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് therefore not shown on the overhead distribution summary. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ, അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി കഴിഞ്ഞു. ആൻഡ് അതിനുശേഷമാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ എക്സ്പെൻസസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹെഡിങ് കൊടുക്കുക, റീ അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർ ഹെഡ്സ് അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ദെൻ പർട്ടിക്കുലേഴ്സ് കോളം കൊടുക്കുക, 5 എമൗണ്ട് കോളംസ്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് A, B, C ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് X ആൻഡ് Y. Then total of overheads of production departments as per primary distribution summary. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ കണ്ടിട്ടുണ്ടല്ലോ. ഈ ടോട്ടൽ തന്നെ 30,200, 28,800, 38,600 and so on. 18,500, 6,300. ഫസ്റ്റ് അത് എടുത്തെഴുതുക. അതിനുശേഷം റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഈ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെയും വൈൻ്റെയും എക്സ്പെൻസസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി നടക്കുന്നത്. അതായത് റേഷ്യോ തന്നിട്ടുണ്ട്, എക്സ്പെൻസസ് ഇൻ ഗിവൺ റേഷ്യോ. ഫസ്റ്റ് വി ഹാവ് ടു റീഅപ്പോർഷൻ ദ എക്സ്പെൻസസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്.
ഡിപ്പാർട്ട്മെൻറ്റ് എക്സിൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 18,500 ആണ്. ഈ 18,500 ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വേണ്ടിയിട്ട്. എക്സിന് വീണ്ടും കൊടുക്കില്ല കേട്ടോ, സെയിം ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട്. ദെൻ വൈക്ക് റേഷ്യോ വന്നിട്ട് 2:3:4:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 18,500ൻ്റെ 20%, 30%, then 40% and 10% ഗിവൺ റേഷ്യോ എന്ന് പറയുന്നത് അത് 4 ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓവർ. 18,500 കംപ്ലീറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ടേക്ക് ദ ഓവർഹെഡ് എക്സ്പെൻസസ് ഓഫ് വൈ. വൈയുടെ ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴേക്കും ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി 6,300 പ്ലസ് ഷെയർ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് എക്സ് 1,850, ടോട്ടൽ വന്നിട്ട് 8,150. 6,300 പ്ലസ് 1,850, 8,150. And it is apportioned in the ratio of 4:2:3:1. That is given in the question. അല്ലെങ്കിൽ 40%, 20%, 30% and 10%. അപ്പോൾ ഈ 8,150 40% എ ഡിപ്പാർട്ട്മെൻറ്റിന്, 20% ബി, ദെൻ 30 സി ആൻഡ് 10% ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്. അപ്പോൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ, 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഒരു വട്ടം കഴിഞ്ഞു. അപ്പോൾ വീണ്ടും നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? വൈൻ്റെ എക്സ്പെൻസസ് ക്യാൻസൽ ചെയ്ത് പോയി. 8,150 ഉണ്ടായിരുന്നു, അത് നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എക്സിനൊരു ഷെയർ കിട്ടിയിട്ടുണ്ട് 815. സോ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യാം? റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അനുസരിച്ചിട്ട് ഈ 815 എഗെയിൻ അപ്പോർഷൻ ഇൻ ദ സെയിം റേഷ്യോ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ സെയിം റേഷ്യോയിൽ ബാക്കിയുള്ള പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനും സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനുമായിട്ട് അപ്പോർഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് 20%, 30%, 40%, 10% ഓർ 2:3:4:1 റേഷ്യോയിൽ ഈ 815 റുപ്പീസ് 4 ഡിപ്പാർട്ട്മെൻറ്റിന് അപ്പോർഷൻ ചെയ്തു. സോ എഗെയിൻ നോക്കിയേ, ഡിപ്പാർട്ട്മെൻറ്റ് വൈ, ദാറ്റ് ഈസ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വൈക്ക് എക്സിൽ നിന്നും ഒരു ഷെയർ കിട്ടാണ് 81. വീണ്ടും അവിടെ ഓവർ ഹെഡ് എക്സ്പെൻസസ് വന്നിട്ടുള്ളത്. സോ അണ്ടർ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നെക്സ്റ്റ് വി ഹാവ് ടു റീഅപ്പോർഷൻ ദീസ് 81 to production departments and service department X, and the given ratio that is already നമ്മൾക്കറിയാം 4:2:3:1 ആ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് 33, 15, 25, 8 അങ്ങനെ കിട്ടുകയാണ്. ദെൻ വീണ്ടും ഒരു 8 റുപ്പീസ് പ്രൊഡക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സിന് വൈയിൽ നിന്നുമുള്ള ഷെയർ കിട്ടിയിരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ റീഅപ്പോർഷൻ. സോ ഈ 8 റുപ്പീസ് നമുക്ക് ഈ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങ് പോസിബിൾ അല്ല. അതുമല്ലാന്നുണ്ടെങ്കിൽ റേഷ്യോയിൽ അപ്പോർഷൻ ചെയ്യുമ്പോഴേക്കും വീണ്ടും ഇവിടെ ഒരു മൈനോറിറ്റി ഫിഗർ, അതായത് നമുക്ക് വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഫിഗർ വരും. സോ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആർബിട്രറി റേറ്റിൽ 8 റുപ്പീസ് വന്നപ്പോഴേക്കും അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്, എക്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3:4. അപ്പോൾ 4 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ, അതായത് ഈ 8 റുപ്പീസ് നമുക്ക് ഒരു ആർബിട്രറി ബേസിൽ അങ്ങോട്ട് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നോർമലി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്, ഇവിടെ ഏറ്റവും വലിയ റേഷ്യോ എന്ന് പറയുന്നത് ABC, സിയുടേതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും കൂടുതൽ ഷെയർ സിക്ക് കൊടുത്തു. ദെൻ ഇവിടെ ഈ 3 റുപ്പീസ് ബിക്ക് കൊടുക്കാം, കാരണം നെക്സ്റ്റ് ഷെയർ വരുന്നത് 3 ആണ്. ഇനിയിപ്പോൾ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാലും പ്രോബ്ലം ഒന്നും വരില്ല, നമ്മുടെ പ്രോബ്ലം കറക്റ്റ് ആയിരിക്കും. സോ ഇതുപോലെയാണ് ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറിയും അതുപോലെ തന്നെ റീഡിസ്ട്രിബ്യൂഷൻ